സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ജനുവരി മുതൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന 2% DADR കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം ശമ്പള പരിഷ്കരണ കമ്മീഷനും പ്രാബല്യത്തിൽ വരുമോ എന്നതാണ് ജീവനക്കാരുടെ സംഘടനകൾ ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർ ശമ്പള കമ്മീഷന് വേണ്ടി കാത്തിരിപ്പിലാണ്. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിലെത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും ശമ്പള പരിഷ്കരണത്തിൽ ഇന്നുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതാലോചിച്ച് ആശങ്കയും കൂട്ടുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ സർക്കാർ 12ാം ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചത്. ജനുവരി 23-ന് നിലവിൽ വന്ന കമ്മീഷനെ പരിഗണനാ വിഷയങ്ങൾ മാർച്ച് 5-ന് നിശ്ചയിക്കുകയും മെയ് അവസാനത്തോടെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുകയും ചെയ്തിരുന്നു. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയി അധ്യക്ഷനായും ശോഭ VR-നെ സെക്രട്ടറിയായും അന്ന് തിരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ, ശ്രീലത സുകുമാരൻ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. സുഗമമായ നടത്തിപ്പിനായി ധനകാര്യ വകുപ്പിൽ നിന്ന് 12 ജീവനക്കാരെയും വിവിധ ഉത്തരവുകൾ പ്രകാരം നിയമിച്ചിരുന്നതാണ്. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു സമയം നൽകിയത്. എന്നാൽ 6 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് ഇതുവരേക്കും സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. കമ്മീഷൻ റിപ്പോർട്ട് കൃത്യസമയത്ത് നൽകിയിരുന്നെങ്കിൽ ഇതേക്കുറിച്ച് പഠിച്ച് തക്കതായൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നേക്ക് വന്നേനെ. പ്രവർത്തനം പൂർത്തിയാക്കാൻ 6 മാസം കൂടി അനുവദിക്കണമെന്ന കമ്മീഷൻ മുൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇനിയും അതിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 2% ക്ഷാമബത്ത ഓഗസ്റ്റിൽ അനുവദിക്കുമെന്ന വാർത്ത ഏറെ ആശ്വാസകരമായിരുന്നു. ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിനോടൊപ്പം ഉയർന്ന തുക ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് അവസാന ആഴ്ച ഓണമായതുകൊണ്ട് ആ മാസത്തെ ശമ്പളം നേരത്തെയും ലഭിക്കും. 2026 ജനുവരി മുതൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന 2% DADR കുടിശ്ശികയാണ് ഈ ഓഗസ്റ്റിൽ നൽകുന്നത്. ക്ഷാമബത്തയ്ക്കൊപ്പം പെൻഷൻകാർക്കും ആശ്വസിക്കാൻ വകയുണ്ട്. ക്ഷമാശ്വാസവും ഒപ്പം ലഭിക്കും. അതോടൊപ്പം 12ാം ശമ്പള കമ്മീഷനെ കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ ഉള്ളത്. ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ ശമ്പള പരിഷ്കരണത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.